ഇതിപ്പം പുതുമുള്ള കാര്യമൊന്നുമല്ല, മിക്കവർക്കും അറിയാവുന്നതേ ഉള്ളൂ. എങ്കിലും അറിഞ്ഞൂടാത്തവർക്ക് വേണ്ടി വലുതോ ചെറുതോ ഏതുമായിക്കോട്ടെ അരിമുറ്റാത്ത നല്ല പിഞ്ച് വഴുതന കിട്ടുകയാണെങ്കിൽ വട്ടത്തിന് അരിഞ്ഞെടുക്കണം. 1-2 വെള്ളത്തിലൊന്ന് കഴുകിയെടുക്കുമ്പോൾ കറ നന്നായിട്ട് പോയി കിട്ടും. ശേഷം നമുക്ക് ഊറ്റിവാരി എടുത്തു കഴിഞ്ഞാൽ മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1/4 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും, നല്ലപോലെ വറുത്ത് പൊടിച്ച കുരുമുളക് പൊടിയായിരിക്കണേ. 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി ഫ്ലേക്സും ചേർത്ത് കഴിഞ്ഞാൽ വഴുതനയിൽ വളരെ കുറച്ച് ഉപ്പേ പിടിക്കൂ. അത് കണക്കാക്കി ഉപ്പും ചേർക്കാം. സ്വല്പം നാരങ്ങ നീരും 1 അടപ്പ് വെളിച്ചെണ്ണയും, ശുദ്ധമായ വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാവുന്നതാണ്. മസാല എല്ലാത്തിലും എല്ലായിടത്തും പിടിക്കണം കേട്ടാ. ശേഷം നമുക്കൊരു പരന്ന പാനിലേക്ക് ശുദ്ധമായ വെളിച്ചെണ്ണ ഒരു 4 ടേബിൾ സ്പൂൺ ഒഴിച്ച് ചൂടാക്കി മീഡിയം ഫ്ലെയിമിൽ 2-3 വട്ടം മറിച്ചും തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് എടുത്തു കഴിഞ്ഞാൽ സൂപ്പർ വഴുതന ഫ്രൈ റെഡി. നമുക്കിപ്പോഴും മിക്കപ്പോഴും ഉച്ചയ്ക്ക് ചോറിന് പകരം മധുരക്കിഴങ്ങ് പുഴുങ്ങിയതാവും കേട്ടാ. അതായിരിക്കും മെയിൻ ഡിഷായിട്ട് നമ്മളിപ്പോൾ ഉപയോഗിക്കാറ്. ഞാനിപ്പോൾ മധുരക്കിഴങ്ങ് എന്തിനൊപ്പം കഴിക്കുമെന്നായി, ചിക്കൻ കറിക്കൊപ്പം പോലും കഴിക്കും. അങ്ങനെ ഇവിടെ വഴുതന എല്ലാം ഞാൻ ഇവിടെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇന്നിപ്പോൾ നമുക്ക് മധുരക്കിഴങ്ങ് പുഴുങ്ങിയതിനോടൊപ്പം ചാള വറുത്തതും വഴുതനങ്ങ ഫ്രൈ ഒക്കെ ആയിരുന്നു. അപ്പോൾ എല്ലാവരും വഴുതനങ്ങ കിട്ടുകയാണെങ്കിൽ ഇത്തരത്തിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ.